സുകൃതം, നന്മ, ഉത്തമഗുണം, പുണ്യം. ഹാരം, പൂക്കുല, പൂമാല. തൂമ, അഴക്, ഭംഗി, വിശുദ്ധി. കോമളാംഗി, സുന്ദരി. ഭിക്ഷു, സന്യാസി. അർത്ഥിക്കുക, അപേക്ഷിക്കുക, യാചിക്കുക. ഭഗിനി, സഹോദരി. കൃപ, ദയ. അല്ലൽ, കഷ്ടപ്പാട്, ദുഃഖം. ആചമിക്കുക, ശരീരശുദ്ധി വരുത്തുക, കുടിക്കുക. കിടാത്തി, മകൾ. ഓതുക, പറയുക. വിലക്ഷൻ, വിശേഷഭാവങ്ങളൊന്നുമില്ലാത്തവൻ, അസാധാരണൻ. കരപുടം, കൂപ്പുകൈ, നളിനം, താമരപ്പൂവ്. തന്വി, സുന്ദരി. കറ്റക്കാർകൂന്തൽ, ഇടതൂർന്ന മുടി. മുറ്റും, പൂർണ്ണമായും. ആസ്യം, മുഖം. ചാരു, മനോഹരമായ. ചോരിവ, ചുവന്ന ചുണ്ട്. പാരം, വളരെയധികം. വിസ്ഫാരിതം, അദ്ഭുതം കൊണ്ട് വികസിച്ചത്. ചെന്തണ്ടലർ, ചെന്താമര. മനോജ്ഞം, മനോഹരം. വിഗ്രഹാർത്ഥം. കോമളാംഗി, കോമളമായ അംഗത്തോടു കൂടിയവൾ. ചെന്നളിന മനോഹരം, ചെന്നളിനം പോലെ മനോഹരമായത്. ചെന്തണ്ടലരല്ലി, ചെന്തണ്ടലരിൻ്റെ അല്ലി. കൈത്താര്, കൈയാകുന്ന താര്. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാവും? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ജാതീയമായ വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് കവിതയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. താണജാതിക്കാർക്ക് മുന്നോക്കക്കാർ നടക്കുന്ന വഴിയിൽ നടക്കാനോ, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ, സ്കൂളിൽ പഠിക്കുവാനോ, അവരുപയോഗിക്കുന്ന വസ്തുക്കളിൽ തൊടാനോ പോലുമുള്ള അവകാശം അക്കാലത്തുണ്ടായിരുന്നില്ല. എല്ലാത്തിലും വലുത് ജാതിയാണ് എന്ന് കരുതിയിരുന്ന ആ കാലഘട്ടത്തിൽ സമൂഹം നീചജാതിയായി കണക്കാക്കിയിരുന്ന ചാമർ ജാതിയിൽ പിറന്നവളാണ് മാതങ്കി. അതുകൊണ്ട് തന്നെ ഭിക്ഷുവിൻ്റെ ചോദ്യം മാതങ്കിയെ അത്ഭുതപ്പെടുത്തുന്നു. ആര്യനായ ഭിക്ഷുവിനെ തീണ്ടിയാൽ തനിക്ക് പാപമുണ്ടാകുമെന്ന ചിന്തയും മാതങ്കിക്കുണ്ട്. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി, മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി, ചൊരും ചോരിവ ചെറ്റുവിടർത്തവൾ. മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ. വേറെയും വാങ്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ. അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക. ഒറ്റ വായനയിൽ തന്നെ ഒരു മനോഹര ചിത്രം എന്നതുപോലെ ആസ്വാദകന്റെ മനസ്സിൽ പതിയുന്ന വാക്കുകൾ കൊണ്ടുള്ള വർണ്ണനകളാണ് വാങ്മയ ചിത്രങ്ങൾ. തൂമതേടും തൻ പാളക്കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ, കോമളാംഗി നീർക്കോരി നിന്നിടിനാൾ. കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്കിയുടെ ചലനങ്ങൾ സൂക്ഷ്മമായി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മാതങ്കിയുടെയും അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും ചാരുത വരികളിൽ നിന്ന് വ്യക്തമാക്കുന്നു. ചോര ചിന്തളിരഞ്ചു മരുണാംശു പുരത്താൽ മീനി മൂടി പുലർച്ചയിൽ, വണ്ടിണ ചിന്നു മുട്ടി വിടർന്ന ചിന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. മാതങ്കിയുടെ രൂപഭംഗി വർണ്ണിക്കുകയാണ് ഇവിടെ. ചെന്തളിരിനേക്കാൾ ഭംഗിയുള്ള സൂര്യരശ്മികളിൽ മൂടി
പ്രഭാതത്തിൽ അല്ലി വിടർത്തി നിൽക്കുന്ന താമര പോലെ മനോഹരിയാണ് വിടർന്ന ചിരിയോടെ നിൽക്കുന്ന മാതങ്കി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ, ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നീതേ മെല്ലെ കുനിഞ്ഞവൾ. മാതങ്കി പാളയിൽ നിന്നും ഭിക്ഷുവിൻ്റെ കൈക്കുമ്പിളിലേക്ക് ശുദ്ധജലം പകരുന്ന ചിത്രമാണിത്. തെളിഞ്ഞ വെള്ളത്തിൽ കണ്ണാടിയിൽ എന്നതുപോലെ പ്രതിബിംബം ദർശിക്കാൻ സാധിക്കും. എന്നാൽ മാതങ്കിയുടെ കൈകൾ വിറയ്ക്കുന്നതിനാൽ പാളയിലെ വെള്ളം ഇളകി പൊട്ടി നുറുങ്ങിയ തിളങ്ങുന്ന കണ്ണാടിച്ചില്ലുകൾ പോലെ കാണപ്പെടുന്നു. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്വിയാണവൾ, കല്ലല്ലിരുമ്പല്ല. പുണ്യശാലിനി, നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃതഹാരങ്ങൾ. കാവ്യസന്ദർഭത്തിനു മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. തൂമ തേടും തൻ പാള, വിസ്ഫാരിത താര, ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. നീചനാരിയായി സമൂഹം കരുതുന്ന ചാമർ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയായ തന്നോട് ആര്യനായ ഭിക്ഷു ജലം ചോദിച്ചത് കൊണ്ടാണ് പെൺകുട്ടി തടസ്സമറിയിച്ചത്. അശുദ്ധരായി കരുതപ്പെട്ടിരുന്ന താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ തീണ്ടിയാൽ പാപമുണ്ടാകുമെന്ന ചിന്തയും പെൺകുട്ടിയുടെ മനസ്സിൽ ഉറച്ചുപോയിരുന്നു. ദാഹജലം ഒരാളുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ്. അത് നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധി കൂടിയാണ് മാതങ്കി. മാതങ്കിയെ സഹോദരി എന്ന് സംബോധന ചെയ്യുന്ന ഭിക്ഷു താൻ ജാതിയല്ല ജലമാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ദാഹജലം നൽകാതിരിക്കാൻ മാതങ്കിക്ക് സാധിക്കുന്നില്ല. ഇവിടെ മാതങ്കിയിൽ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ പരിവർത്തനത്തിൻ്റെ പെൺരൂപത്തെയാണ് കാണാൻ സാധിക്കുന്നത്. ജാതി ചിന്തയ്ക്കും എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ സുഹൃതമായ ജലം നൽകൽ. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ശ്രീനാരായണ ഗുരു. എൻ്റെ സാമൂഹിക ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ BR അംബേദ്കർ. ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ഡാല ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹമെന്ന ദിവ്യൌഷധം കൊണ്ട് ലോകത്തെ ഒന്നാകെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാമെന്ന മഹത്തായ ആശയം പകർന്നു തന്ന് സ്നേഹഗായകൻ എന്ന ഉത്കൃഷ്ട പദവിയിലേക്ക് ഉയർന്ന മഹാകവിയാണല്ലോ കുമാരനാശാൻ. മലയാള സാഹിത്യത്തിൽ ആശയഗാംഭീര്യത്തോടെ തിളങ്ങി നിന്ന യുഗസ്രഷ്ടാവായ ആശാന്റെ പ്രസിദ്ധങ്ങളായ 2 കൃതികൾ ദുരവസ്ഥയും ചണ്ഡാല ഭിക്ഷുകിയും രചിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 100 വർഷം പിന്നിടുകയാണ്. ഇക്കാലഘട്ടത്തിലും ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി എന്നീ കവിതകളുടെ പ്രമേയത്തിന് പ്രസക്തിയുണ്ടോ എന്നാണ് നാം പരിശോധിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയോടുള്ള സവിശേഷ പ്രതികരണങ്ങളാണ് ചണ്ഡാല ഭിക്ഷുകിയിലും ദുരവസ്ഥയിലും കാണാനാവുക. താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹമടക്കം ഗ്രാമീണ ജീവിതത്തിൽ അനുഭവിക്കുന്ന രൂക്ഷമായ ജാതീയത, അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടൽ എന്നീ ജാത്യനാചാരങ്ങൾ ആശാനെ അസ്വസ്ഥനാക്കിയിരുന്നു. ആ അസ്വസ്ഥതയിൽ നിന്ന് ജനിച്ച 2 കൃതികളാണ് ഇവയെന്ന് പറയാം. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനും ശ്രീബുദ്ധൻ പരത്തിയ ജ്ഞാനപ്രകാശത്തിൻ്റെ സംക്ഷേപണത്തിനുമായാണ് ചണ്ഡാല ഭിക്ഷുകി പോലുള്ള ഒരു രചനയ്ക്ക് ആശാൻ മുതിർന്നത്. 1922 അദ്ദേഹം ദുരവസ്ഥ രചിക്കുന്നത്. തുടർന്ന് ഇതേ വർഷം തന്നെ ചണ്ഡാല ഭിക്ഷുകിയും എഴുതി പ്രസിദ്ധീകരിച്ചു. ദുരവസ്ഥയുടെ സഹോദരിയാണ് ചണ്ഡാല ഭിക്ഷുകി എന്ന് കവി തന്നെ പറയുന്നുണ്ട്. തൻ്റെ കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയങ്ങളാക്കാനും തൻ്റെ രചനയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിപ്ലവ
ദൈവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിശേഷണം അന്വർത്ഥമാക്കുന്നതായിരുന്നു ആശാന്റെ കാവ്യജീവിതം. മഹാകാവ്യമെഴുതാതെ മഹാകവിയായ ആശാനെ അത്തരമൊരു പദവി നൽകി മദ്രാസ് യൂണിവേഴ്സിറ്റി പിന്നീട് ആദരിച്ചിട്ടുമുണ്ട്. കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്നാണ് പ്രശസ്ത സാഹിത്യ നിരൂപകനായ തായാട്ട് ശങ്കരൻ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മണിമാല എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണിത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉദ്ഘോഷിക്കുവാൻ ഈ വരികളേക്കാൾ ശ്രേഷ്ഠമായത് കണ്ടെത്താൻ നമുക്ക് പ്രയാസമായിരിക്കും. അനാചാരങ്ങൾക്കെതിരെ ആശാൻ എഴുതിയ വരികൾ ഇന്നും പല കാര്യങ്ങളിലും പ്രസക്തമാണെന്ന് നിസ്സംശയം പറയാം. അനാചാരങ്ങളിലും ജാതീയതയുടെ പേരിലുള്ള അതിക്രമങ്ങളിലും പൊറുതിമുട്ടിയ കാലത്തോട് കലഹിച്ച കവി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെയും ആവശ്യത്തെയും കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കി. ഒരാൾ ഒരിക്കൽ ചെയ്ത അബദ്ധം ആചാരവും പിന്നെ ശാസ്ത്രവുമായി മാറുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നും ഇതുണ്ടാവാതിരിക്കണമെങ്കിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ആശാൻ ഉദ്ഘോഷിച്ചു. ചണ്ഡാല ഭിക്ഷുകിയിൽ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു ചണ്ഡാല സ്ത്രീയായ മാതംഗിയെ അഭിസംബോധന ചെയ്യുമ്പോൾ കടന്നുവരുന്ന സോദരി, ഭഗിനി എന്നീ ഭാഷാപ്രയോഗങ്ങൾ വെറും വാക്കുകളല്ല, അധികാരരൂപേണ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയോടുള്ള പ്രതിഷേധമാണ്. ചണ്ഡാല ഭിക്ഷുകി വീണ്ടും പ്രസക്തമാവുന്നത് അത് 100 വർഷത്തെ അതിജീവിച്ചുവെന്ന മഹിമ കൊണ്ടല്ല, മറിച്ച് ജാതിമത വിവേചനം എന്ന യാഥാർത്ഥ്യം ഒളിഞ്ഞും തെളിഞ്ഞും പല മട്ടിൽ ഇവിടെ നിലകൊള്ളുന്നുവെന്ന സമകാലിക യാഥാർത്ഥ്യത്താലാണ്. അതുകൊണ്ട് ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയുടെ പുനർവായനയേക്കാൾ പ്രധാനം ഈ കൃതി നമ്മെ തന്നെ പുനർവായിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നതാണ്. നാം കൃതിയെ നോക്കുകയല്ല, കൃതി നമ്മെ തുറിച്ചു നോക്കുകയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ കലാപങ്ങൾ പോലും നടക്കുന്ന ആധുനിക കാലത്ത് അതിനെതിരെ ശബ്ദമുയർത്തുന്ന ആനന്ദ ഭിക്ഷുക്കൾ നമ്മുടെ ഇടയിൽ നിന്നും തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി.